അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് GTA San Andreas എന്നത് ഒരു പുതിയ ഗെയിമാണ്. ഞാൻ കളിക്കുന്നത് ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇത് പുതിയ ഗെയിമാണെന്ന് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വല്ല ഹോട്ട് ഡോഗും കഴിക്കാം ഗൈസ്. ഇത് പിന്നെ ഇവിടുത്തെ ഒരു ചെറിയതാണ്, ഒരു വാനിൽ വിൽക്കുന്നതാണ്. ചേട്ടാ മോനെ 5 ഹോട്ട് ഡോഗിന് എത്ര? 120. പൈസ വെച്ചിട്ടുണ്ട്, ഞാൻ മേടിച്ചേ. ഓക്കെ എന്നാ ശരി ഗൈസ്, നമുക്ക് ഹോട്ട് ഡോഗൊക്കെ ഇവിടെ ഇരുന്ന് തിന്നാം. ഓ ഗൈസ്, വണ്ടി നൈസായിട്ടൊന്ന് ഇടിച്ചു. നമുക്കിനി സ്വീറ്റിനെ കൂട്ടാൻ പോകണം. എൻ്റെ ചേട്ടനെ അവനെ നമുക്കൊന്ന് കൂട്ടാൻ പോവാം. അവനവിടെ എവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓ ഗൈസ്, വണ്ടിക്ക് എന്തോ പറ്റി. സ്വീറ്റിൻ്റെ പേര് കേട്ട ഈ വണ്ടി ഇങ്ങനെ ഗൈസ്. സ്വീറ്റിന് ഈ വണ്ടിക്ക് തീരെ ഇഷ്ടമല്ല. നമുക്ക് ആ വണ്ടി അവിടെ വെച്ചിട്ട് നേരെ വേഗം പോവാം. ഇവിടെ നിന്ന് വല്ല വണ്ടിയും കിട്ടുക. ആൾക്കൂട്ടായതുകൊണ്ട് ആരും അധികം ശ്രദ്ധിക്കില്ല. മാറിക്ക് പെണ്ണുമ്പളെ വണ്ടിയായിട്ടൊന്നും കിട്ടാണ്ടല്ലോ, കാരണം മോങ്ങാൻ നിൽക്കല്ലേ എല്ലാവരും. നമുക്ക് വേഗം ഈ വണ്ടി എടുത്ത് സ്വീറ്റിനെ കൂട്ടാൻ പോവാം. ഇവൻ ഏത് അള്ളിമുക്ക് പോയി കിടക്കുന്നാവോ. സ്വീറ്റ് എവിടെയാടാ? ഞാൻ പോലീസാടാ. സോറി സാറേ. ഗൈസ്, ഈ പോലീസുകാർ ക്രിമിനൽസ് ആയിട്ട് എന്തോ ഇഷ്യൂ ആണ്. നമുക്ക് എന്തായാലും പോവാ. സ്വീറ്റ് വാ. ഞാൻ കേറാ. ഞാൻ വിചാരിച്ചു നീയാ വണ്ടി ഇടിക്കുന്നതെന്ന്. പിന്നെ നേരെ എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടെങ്കിലും പോ. ഇതെന്താ ഈ പോലീസുകാരും ഇവിടെ പ്രശ്നാല ഫുള്ള്? അത് അയാളെ വെടിവെച്ച് കൊന്നില്ലേ? നമുക്കിന്ന് പൊട്ടിക്ക. നീ ബാക്കിൽ ഇരുന്ന് പൊട്ടിച്ച, അല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കാം. പൊട്ടിക്കും, ഞാനും പൊട്ടിക്കും. നമ്മുടെ പോലീസുകാരെ വണ്ടി പൊട്ടി തെറിച്ച്. നമുക്ക് എന്തായാലും വേഗം പോവാം ഗൈസ്. നീ മാൻഷനിലോട്ട് വിട്ടാലോ? അല്ല, പിന്നെ ഈ ലോസ് ആൻഡോസ് ആരെ വകയല്ല. നമുക്ക് എന്തായാലും വേഗം പട്ടച്ച് വിട്ട് മാൻഷനിലോട്ട് പോവാം. ഇപ്പം ഏകദേശം 5-5:30 ആയിട്ടുണ്ട്. രാത്രിയാവാനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗം പോവാം, അല്ലെങ്കിലേ പണി വാളും. പിന്നെ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഷോർട്സൊക്കെ കണ്ടിട്ട് ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മളപ്പോൾ മാൻഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാൻഷൻ. അതല്ല ഗൈസ്, മേലെയാണുള്ളത്. ഇതാണ് നമ്മുടെ വലിയ മാൻഷൻ. ഇവിടെ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ടേ മാൻഷൻ്റെ ഉള്ളിൽ കയറാം. എന്നിട്ടൊന്ന് സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാം ഗൈസ്. ഞാൻ എൻ്റെ റൂമിലോട്ട് പോട്ടെ സീജെ? നീ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങടാ. ഓ, അപ്പൊ അങ്ങനൊക്കെ റൂം പോയി ഉറങ്ങടാ ഗൈസ്. നമുക്ക് ഉറങ്ങാം. എടാ ഞാൻ പോവാട്ടോ സീജെ. പോയിക്കോ. അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടുന്ന് വേഗം പോവാട്ടോ. ഗൈസ്, എൻ്റെ ചേട്ടനൊരു മാഫിയ ഗ്യാങ് ലീഡർ ബോസാണ് ഗൈസ്. നമുക്ക് സീജനെ എങ്ങനെങ്കിലും കൊല്ലണം ഗൈസ്. ഓക്കെ, സ്നൈപ്പർ എടുക്കാം. അതാ സീജെ എന്നാ പിടിച്ചോ ഗൈസ്. അവന് വെടി കൊണ്ടു. അവൻ പെട്ടെന്ന് മാറാൻ നിൽക്കും ഗൈസ്. തീർത്തു ഗൈസ്. ഇനി ഇവിടെ പെട്ടെന്ന് തന്നെ ഓടാ. നിന്റെ അണ്ണൻ ചത്തിട്ടില്ലടാ. അവൻ ജസ്റ്റ് കടന്നിട്ടേ ഉള്ളൂ. അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അല്ല പിന്നെ ഗൈസ്, തീർത്ത് കളഞ്ഞു ആ പൊട്ടന്മാരെ. അവരെന്താ വിചാരിച്ച് ഇവിടുന്ന് അണ്ണനെയും ഇഞ്ചൂറാക്കിയിട്ട് ഓടി പോവാന്നോ? അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഹൈഡാ പൊട്ട, നീയൊക്കെ അവിടെ വെറുതെ നിന്നോ. ഞാനാണ് അണ്ണനെ രക്ഷിച്ചത്. നീ വീട്ടിൽ പോയിട്ട് അപ്പനെ വിളിക്കടാ. അടങ്ങി നിന്നോണം. ഇനി എനിക്ക് അനുമോദനമൊക്കെ ഉണ്ടാവും. ഗൈസ്, എൻ്റെ പേരാണ് SI ഷബീർ. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. സീസൺ ആരോ വെടി വെച്ചിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ആയെന്ന് പറയണ്ടേ. അതെന്തേലും ആവട്ടെ ഗൈസ്. നമുക്ക് നേരെ സ്റ്റേഷനിലോട്ട് പോവാം. അവിടെ കുറേ പെറ്റി കേസ്, ആ കേസ്, ഈ കേസ്, മറ്റേ കേസും മറിച്ചേ കേസൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കതൊക്കെ നോക്കാം. എല്ലാ ACP എനിക്കിട്ട് തന്നു. എല്ലാ പണിയും എനിക്ക് ഗൈസ് തരുന്നത്. നമുക്കെന്തായാലും സ്റ്റേഷനിലോട്ട് പോവാം. നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി കേസൊക്കെ എൻ്റെ തലയൊക്കെ ഇട്ടിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും. നീ ആ കേസ് തെളിയിച്ചില്ലല്ലോടാ, നീ അതെന്താടാ ചെയ്യാത്തേന്ന് പറഞ്ഞിട്ട് ACP തുടങ്ങും ഗൈസ്. നമുക്ക് പോവാം. ഇനി തലടിച്ച് പൊട്ടിക്കും ഞാന് പുറത്തിറങ്ങി. അല്ല പിന്നെ പുറത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടോന്ന് സംശയം. പുറത്തേക്കല്ലടാ ഫസ്റ്റത്തെ വെടി കൊണ്ട് തോന്നുന്നു. സൂക്ഷിച്ച കണ്ട് നടന്നില്ലെങ്കിണ്ടല്ലോ ഇപ്പൊ തീരുന്നു ചങ്ങായി. ഞാൻ എന്തായാലും ഉള്ളിൽ പോട്ടെ. ഉള്ളു പൊളയടഞ്ഞിട്ട് ഞാനേ എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ പോവാണ്. അല്ല, എവിടെ നിന്നെ രക്ഷിച്ചവൻ? ഞാനാണെന്നാ. നീ കൺഗ്രാറ്റുലേഷൻസ്. അണ്ണൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ? ഇല്ല.
കൺഗ്രാജുലേഷൻസ്. ഡാടാ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ടേ ഈ അണ്ണന്മാരെ പഠിപ്പിക്കാൻ നിന്നല്ലോ. പെരിയ സ്വാമിയാടാ ഞാൻ വിചാരിച്ചു ചെറിയ സ്വാമിയാണ്. ഞാൻ പോവാ എന്തായാലും. അവനെ നോക്കിക്കോണേ. ഞാനിവിടെ ഉള്ള അണ്ണനൊന്നും പറ്റത്തില്ലെന്ന്. നീ ചിലപ്പോ തീരും, എനിക്ക് പറയാൻ പറ്റില്ല. ഇയാള് എന്താ മാതിരി വർത്താനം പറഞ്ഞേ? അല്ല പിന്നെ ഗായ്സ്, ആ CI എന്നെ ചെക്ക് പോസ്റ്റിൽ നിർത്തിയിരിക്കുകയാണ്. ആ വണ്ടിയൊക്കെ കടത്തിയിട്ട് അടുത്ത വണ്ടി വരുന്നുണ്ട് ഗൈസ്. ഡൈ എന്ത് സാറേ? എങ്ക ഇറുക്കടാ നിന്റെ നമ്പർ പ്ലേറ്റ്. അയ്യോ സാറേ ചവിട്ടല്ലേ. വണ്ടി എടുക്കുമ്പോ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ എടുക്കരുത് കേട്ടോ. എന്നാ പിടിച്ചോ. എന്താണ് സാറേ മൊടയാണോ? നിനക്കിതാ മൊട ഞാൻ ഇപ്പൊ തരാം. പിടിക്ക. ഹയർ നിന്നെ ഞാൻ ഹയറിൽ തരാം. ഇവന്റെ ടാക്സി നമുക്ക് തൽക്കാലം ഈ സൈഡിലൊക്കെ ഇട്ടൊക്കെ ഗൈസ്. ഇവിടെ എന്താ ലിമോസിനൊക്കെ അതെന്തേലും ആവട്ടെ. നമുക്ക് എന്തായാലും വേഗം സ്റ്റേഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ വീട്ടിലൊക്കെ എങ്ങോട്ടേലും പോവാ. ആ ACPനോട് ചോദിച്ചിട്ട് വേണം 2 ദിവസത്തെ ലീവ് എടുക്കാൻ. അയാളാണെങ്കിൽ ചത്താലും ലീവ് തരൂല. എന്താണ് നീ പോലീസുകാരെ വണ്ടിയും മേടിക്കുന്നോടാ? സാറ് എന്റെ വണ്ടിയുമല്ലേ ഇടിച്ച്? ആണോടാ, എന്നാ ഞാൻ കാണിച്ചു തരടാ. ഷബീർ സാറിന്റെ അപ്പൻ. ചാവള നീ. അല്ല പിന്നെ എൻ്റെ അപ്പനെ വിളിച്ചിരിക്കും അവൻ. എൻ്റെ അപ്പനെ വിളിക്കാൻ ഞാൻ സമ്മതിക്കൂല അങ്ങനെ. അല്ല പിന്നെ നമുക്ക് നമ്മുടെ പോലീസുകാരായിട്ട് പോവാം. ബോസ്, ബോസിന്റെ അനിയനെ സഹോദരനല്ലേ, ട്വിൻ ബ്രദർ, അവനെ CJന്റെ ആളുകൾ കൊന്നു. What are you telling? സാറേ വട്ടൊന്നല്ല സാറേ, അവന് മുഴുത്ത ഭ്രാന്താണ്. മോനെ നീ എന്തായി പറയുന്നേ? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും അവന്റെ ആളുകളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങുകയെ, ആളുകളെയും കൂട്ടി. ഇവനെ കൊണ്ട് മോനെ മാരിക്ക് അണ്ണ. അല്ല ഇപ്പൊ എങ്ങോട്ടാ കൊല്ലാൻ വേണ്ടി പോന്നെ? ദാ അവന്മാര് പോണ്. ഏയ് നില്ലടാ അവിടെ, നില്ല്. നീ പറഞ്ഞു നിക്കണ്ട, പോയി കൊല്ലടാ അവനെ. നില്ല് കൊല്ല്. അല്ല പിന്നെ തീർത്ത് കളഞ്ഞവനെ. ഇതാ ഇവനല്ലേ കൊന്ന്. എന്തിനാണ് നീ കൊന്ന്? ചെപ്പ് മോനെ, ചെപ്പടാ. ചെപ്പൂല ഡാ, നിനക്ക് CJ ആരാന്ന് അറിയില്ല. എന്നാ പിടിച്ചോ CJ. അല്ല പിന്നെ അവന്റെ തലയില്ല, അവനുമില്ല. അല്ല പിന്നെ എന്താണല്ലേ അവരെന്താ വിചാരിച്ചേ? അല്ല എന്നെയാണ് മച്ചാനെ. ബോസേ കൊന്നു കളഞ്ഞു അവനെ. ആരെ? നമ്മുടെ ബോസിന്റെ അനിയനെ കൊന്നവനെ. well done my boy, well done, good boy. താങ്ക് യു ബോസ്. എന്റെ കാലശേഷം നീയാണോടോ ഇനി മുതലുള്ള ബോസ്. നന്ദി ഉണ്ട് രമണ. ഇപ്പഴല്ല, ഞാൻ ചാവട്ടെ ആദ്യം. എടാ ബോസിനെ ഞാൻ കൊല്ലും. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്ത സബ് ചെയ്യുക.